ഹായ് ഗായ്സ്, ഇതാണ് എൻ്റെ അർച്ചന ചേച്ചി. ചേച്ചി നാട്ടിൽ പോവാ. ചേച്ചിയുടെ നാട് കണ്ണൂരാണ്. അപ്പോൾ ചേച്ചിക്ക് എന്താ SM എന്തോ സാധനമൊക്കെ മേടിക്കാനുണ്ട് പറഞ്ഞു. അപ്പോൾ എന്നെയും കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയിട്ടോ ബസ് കുത്തിന്ന് വർക്ക് ചെയ്യുക. എന്ത് ചെയ്യാനാ, നല്ല കുട്ടിയായിപ്പോയി. വർക്ക് അതാണ് മെയിൻ. എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് അതാരാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. ആർക്കും ഓർമ്മ അതെ. ഞങ്ങളങ്ങനെ മാനാഞ്ചിറെത്തി അവിടെ ഇറങ്ങി. പിന്നെ അവിടെ നിന്നാണ് ചേച്ചിക്ക് കുറച്ചും കൂടെ വർക്കുണ്ട് പറഞ്ഞ് അത് മൊത്തം തീർത്തു. അത് തീർക്കാൻ വേണ്ടി ഞാനവിടെ മറ്റേ പോസ്റ്റ് വളരെ പോസ്റ്റ് എൻ്റെ മൂന്ന് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അപ്പം അങ്ങനെ എടുത്ത് ഞാൻ എൻ്റെ മൂന്നുണ്ട് കണ്ടില്ലേ, അട്ടത്തേക്ക് നോക്കി കുത്തിരിക്കുന്ന എന്താ കാണിക്കുക, ഒരു കാര്യമില്ല. അപ്പം അങ്ങനെ ചേച്ചീൻ്റെ എല്ലാ പരിപാടിയും അവിടെ അവസാനിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. ഞങ്ങളങ്ങനെ ചേച്ചീൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കൊണ്ടുവച്ചപ്പോൾ ഒരു സമാധാനമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിങ്ങനെ കൂടെ തിണ്ടി നടക്കും. വേറെ പണിയൊന്നുമില്ലല്ലോ. 2:40 ട്രെയിൻ. ടൈമാണെങ്കിൽ ഇഷ്ടംമാരുണ്ട്. ഇപ്പം ആകെ 11:30 എത്താനായിട്ടുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ 5, 10, 15 അങ്ങനെ എന്തൊരു പീരീഡ് ഉണ്ട് അവിടെ. അപ്പം അവിടെ പോയപ്പോഴോ എന്നാ സാധനങ്ങളാ, ഒക്കത്തിന് 5 രൂപ 10 രൂപ ഒക്കെ. അപ്പം ഞങ്ങളതൊക്കെ മേടിച്ചു. ഞങ്ങളങ്ങനെ ഇഷ്ടംമാതിരി മേടിച്ചു. അവിടെ ബുക്ക് ഉണ്ടായിരുന്നു, ഡ്രോയിങ് ബുക്കൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഇതിൻ്റെ അതിന് സാധാരണ 80 രൂപയാണ്. 80 രൂപേൻ്റെ അവിടെ ആകെ 30 രൂപ ഉള്ളൂ. 30 രൂപയ്ക്ക് മേടിച്ച്. പിന്നെ കമ്മലിടുന്നത്, ഷൂ കേൾക്കുന്നത്, ഒക്കത്തിനും മാലയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനങ്ങൾ. അപ്പം അത് കുറേ വാങ്ങിച്ചു. മാല സ്റ്റോർ ചെയ്യുന്ന ഞാൻ 3 4 മേടിച്ചിട്ടുണ്ട്. അതുപോലെ കമ്മലിൻ്റെതും എന്തൊക്കെയോ മേടിച്ചു. ചേച്ചി ചെടിച്ചട്ടി അങ്ങനെ കുറേ. ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെ ചേച്ചിക്ക് ഓർമ്മയില്ല, എന്നാലും ചേച്ചി കയറി ചേച്ചി നോക്കി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഒരു ബാഗ് വാങ്ങാൻ വേണ്ടി പോയി. സാധാരണ അവിടെ 250 അത് ഇതും കേട്ടിട്ടാണ് ഞങ്ങൾ കയറി. 500 600 ഒക്കെയാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ്. കണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ചേച്ചിയാളെ ബാഗ് നോക്കുക. എൻ്റെ ഷോ ഉണ്ടല്ലേ, എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? നല്ല രസമല്ലേ? ജീൻസ് ആൻഡ് ടോപ്പ് എറ്റ് ബാക്ക്. പിന്നെ പറയാം, ചേച്ചിക്ക് ബാഗ് വാങ്ങാനുള്ള മൂഡ് പോയി. അപ്പോൾ എൻ്റെ മൂടും പോയി. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് 120, ബീഫ് ബിരിയാണിക്ക് 90. അപ്പോൾ ഞങ്ങൾ ബീഫ് ബിരിയാണി കഴിച്ചു. ചേച്ചി ഫുള്ള് കഴിച്ച്, ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, ഒരു പുളിയും ഇതൊക്കെ എനിക്ക് കിട്ടിയത്. അതിപ്പോൾ എൻ്റെ ഫുഡിന് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വൃത്തിയുടെ എക്സ്പ്രഷനായി എനിക്ക് വലിയ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തൈര് എന്തോ ഒരു വെള്ളം പോലെ ഇല്ല, കുറ്റം മൊത്തം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്തറിയത്തില്ല, എനിക്ക് ഇത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ഇഷ്ടപ്പെട്ട ഞാൻ കഴിക്കും. ഇതെന്തോ പറയുക, എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇതായില്ല. പക്ഷെ എന്നാലും തിന്നാൻ പറ്റിയൊരു സാധനമാണ്. കുഴപ്പമില്ല എന്ന രീതിക്ക്, അത്രേ ഉള്ളൂ. ചേച്ചീൻ്റെ ചിലി കണ്ടില്ലേ. ഇപ്പം ഞങ്ങൾ ബാഗ് എടുത്തു, തിരിച്ചു പോവാം. അപ്പം ചേച്ചി ടാറ്റ പറഞ്ഞു പോകും ഗൈസ്. ഇനി ഞങ്ങൾ എന്നാ കാണുന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കണ്ടില്ലേ, അതിന് എത്രയോ ലോഡുണ്ട്. ചിരിച്ച് കളിച്ചൊക്കെ പോയി. അപ്പം ചേച്ചി ടാറ്റാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ പോയി. അയ്യോ, ഇനി എന്നാണാവോ കാണുക. ചേച്ചി നല്ല മിസ് ചെയ്യും, ഉറപ്പാണ്. അപ്പം ഞാൻ അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് കയറുന്നു, നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു, കിടന്നുറങ്ങുന്നു. അപ്പം അടുത്ത വ്ളോഗുമായി വീണ്ടും കാണാം. ബൈ.